ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ വലിയൊരു നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. അതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളാണ് നൽകേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കണം. അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ID ഞാൻ നൽകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ മെസ്സേജിലൂടെ ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ആവുന്നതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 100-ൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു കാര്യം മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അത് അഗ്രികൾച്ചർ ഫീൽഡിൽ സ്വീഡനിലേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണോ, ചേട്ടൻ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാമോ എന്ന രീതിയിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് കുറേ പേര് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഞാനും അങ്ങനെ കരുതുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു മെസ്സേജ് കുറേ പേര് എനിക്കൊരു വീഡിയോയുടെ ലിങ്കും അയച്ചു തന്നു. അതുപോലെ ഒരു പരസ്യം, ഒരു ആഡ് ഇമേജും അയച്ചു തന്നു. അതിൽ പറയുന്നത് അതൊരു 2 ഏജൻസി നൽകിയിരിക്കുന്ന പരസ്യമാണ്. അതിൽ പറയുന്നത് സ്വീഡനിൽ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ആളെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സാലറി 1,75,000 മെയിലിനും ഫീമെയിലിനെല്ലാം അപ്ലൈ ചെയ്യാം. പിന്നെ അതൊരു വീഡിയോയിലൂടെ 2 പേര് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒന്നൊരു പരസ്യം, ഒരു ഇമേജാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്ന രീതിയിലാണ് എനിക്ക് സംശയങ്ങൾ ചോദിച്ച് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ആ വീഡിയോയുടെ താഴെ അവർ 3 നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ആദ്യമൊന്നും ഫോൺ എടുത്തില്ല. അവസാനം കുറേ ട്രൈ ചെയ്തപ്പോൾ ഒരു നമ്പറിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ അവർ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ മെസ്സേജില്ലേ, ആ മെസ്സേജ് തന്നെയാണ് എനിക്കും അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. അവർ സ്വീഡനിൽ ഏത് കമ്പനിയിലേക്കാണോ പോകുന്നത് അതിനെപ്പറ്റി എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അവരുടെ ഏജൻസിയെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അത് കേരളത്തിൽ പാലക്കാട്, കൊച്ചി ഇവിടെയൊക്കെയുള്ള ഏജൻസിയാണ്. അവർക്ക് 4 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം 4 ലക്ഷം രൂപ. പിന്നെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ അവിടെ കൊടുക്കാനുള്ള കുറച്ച് പൈസ നമ്മൾ തന്നെ കരുതണം എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. പിന്നെ അവർ പറയുന്നത് സാലറി 1,75,000, 6 ദിവസമാണ് ഡ്യൂട്ടി ഉണ്ടാവുക. 10 ഹവറാണ് ഒരു ദിവസം ഡ്യൂട്ടി. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി എടുത്തോളും. പിന്നെ മെയിൽ ഫീമെയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 20 മുതൽ 43 വരെയാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രമാണ്. 10ാം ക്ലാസ്സിൽ കൂടുതലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ PG ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു CV-യും പാസ്പോർട്ട്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതൊക്കെ ആയിട്ട് അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 20,000 രൂപ നമ്മൾ ഫീസായിട്ട് നൽകണം. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവും? ചെന്നൈയിൽ വെച്ച് സെപ്റ്റംബറിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് ഈ ഒരു കമ്പനിയുടെ എവിടെയാണോ നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നത്, ജോലിക്ക് കൊണ്ടുവന്നത്, അവിടുത്തെ ആൾക്കാർ വന്നിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളെ സെലക്ട് ആവുകയാണെങ്കിൽ ഒരു ഏജൻസി എന്നോട് പറഞ്ഞത് പിന്നെ 5,000 രൂപ, സെലക്ട് ആയിട്ടില്ലെങ്കിൽ 5,000 രൂപ അവർ റീഫണ്ട് ചെയ്യില്ല, ബാക്കി എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും എന്നാണ് ഒരു ഏജൻസി പറഞ്ഞത്. മറ്റൊരു ഏജൻസി പറഞ്ഞത് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ടുള്ള 20,000 രൂപ ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്ത് തരും. ഇങ്ങനെയാണ് ഒരു ഏജൻസി പറഞ്ഞത്. അപ്പോൾ ഒരു ഏജൻസി ഫുള്ള് സേഫാണ്, നമ്മളെ പൈസയൊന്നും പോകുന്നില്ല എന്ന രീതിയിലാണ് ഒരു ഏജൻസി പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 3 മുതൽ 5 മാസം വരെയാണ്. അപ്പോൾ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് ഓരോ ഘട്ടങ്ങളായിട്ട്
പിന്നെ നമ്മളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളായിട്ട് വിസയുടെ പ്രോസസ്സിങ് ആ ടൈമിനൊക്കെ ആയിട്ട് നമ്മൾ 4 ലക്ഷം രൂപ വരെ അടക്കണം. 2 ഏജൻസിയും 4 ലക്ഷം രൂപ തന്നെയാണ് പറഞ്ഞത്. ഇനീഷ്യൽ പേയ്മെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം 2 ഏജൻസിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീഫണ്ടിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസം 2 ഏജൻസിയും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കൂടുതൽ ഏജൻസി ഇത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ഏജൻസി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരാണോ റിക്രൂട്ട് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നതാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നത് ഒന്ന്, ഇവിടുത്തെ സ്വീഡനിലെ ഡീറ്റെയിൽസ്, സ്വീഡനിൽ ഏത് കമ്പനിയാണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇവിടെ അന്വേഷിക്കാനൊന്നും കഴിയില്ല. എനിക്കിവിടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെവിടെ അന്വേഷിക്കണം എന്നുള്ള തത്രപ്പാടിലായിരുന്നു. ഞാനിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. പിന്നെ കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇതേ ജോലി തന്നെ കുറേ വാക്കൻസി ആയിട്ട് വേറെ ചാനലുകളിലും ഞാൻ കണ്ടു. അതായത് നമ്മളെ കേരളത്തിലുള്ള ചാനലല്ല, പുറത്തുള്ള ചാനലും ഈ ഒരു ജോലിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഗൂഗിളിൽ നോക്കുമ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷേ കമ്പനി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് അതിനെപ്പറ്റി കുറേ ആൾക്കാർ ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണോ സാലറി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ ചിലർ ചോദിച്ചു ഡോളറിലാണ് ഇത് പിന്നെ സാലറി പറഞ്ഞിരിക്കുന്നത്, അവിടെ എങ്ങനെ ഡോളറിലാണോ സാലറി കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയല്ല, SEKയിൽ തന്നെയാണ് പിന്നെ സാലറി കൊടുക്കുക, ഡോളറിലൊന്നും സാലറി കൊടുക്കില്ല. ഡോളർ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് $10 എന്ന രീതിയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. $10 എന്ന് പറയുമ്പോൾ കറക്റ്റാണ്, ഏകദേശം 100 സംതിങ് SEK വരും. അപ്പോൾ അത് മണിക്കൂറിന് 1000 രൂപ ആ ഒരു റേഞ്ച് വരും. അതാണ് ഒരു ആവറേജ് വേജ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വീഡനിൽ കൊടുക്കുന്ന ഒരു മണിക്കൂറിന് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയാണ്. അപ്പോൾ അത് കറക്റ്റാണ്, ആ രീതിയിൽ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 1,75,000 സാലറി എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ പിന്നെ ഫുഡ് എല്ലാം കമ്പനി നൽകുന്നത് കൊണ്ട് തന്നെ അത് നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ 1.5 ലക്ഷം നമ്മുടെ കയ്യിൽ നിൽക്കും. കാരണം ട്രാവൽ എക്സ്പെൻസ്, ഫുഡ്, പിന്നെ അക്കോമഡേഷൻ എല്ലാം കമ്പനി തരും എന്നാണ് പറയുന്നത്. നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഉള്ളതാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ച ഒരു ഏജൻസിയിലെ ആൾക്കാരായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രോഡായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. 10th പാസ്സാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. കായിക അധ്വാനം നന്നായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഫുള്ള് മെഷീനറി ആയിരിക്കും സ്വീഡനിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കായിക അധ്വാനം ഉണ്ടാവും, നല്ല തണുപ്പായിരിക്കും. പിന്നെ ഔട്ട്ഡോറൊക്കെയാണ് പണിയെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള, പക്ഷേ നല്ല വർക്ക് ലൈഫ് ബാലൻസ് തന്നെയായിരിക്കും സ്വീഡനിൽ. കമ്പാരിറ്റീവ്ലി ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നല്ല വർക്ക് ലൈഫ് ബാലൻസ് തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ ഉള്ളത് 4 ലക്ഷമാണ് ടോട്ടൽ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് ഏജൻസി. അത് ഫ്ലൈറ്റിൻ്റെ ചാർജ് അടക്കമാണ് 4 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. അത് ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സ്വീഡൻ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും നല്ലൊരു ഓഫർ നൽകുമ്പോൾ വെറും 4 ലക്ഷം രൂപ, അതും ഫ്ലൈറ്റിൻ്റെ ചാർജ് അടക്കം നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് അല്ല. കാരണം ഇവിടെ ഈ ഒരു എമൗണ്ട് ഇവിടെ എത്തിയിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മാത്രമല്ല 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയെ സ്വീഡനിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ജോലിക്കുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഓഫറാണ് തന്നിരിക്കുന്നത്, സത്യമാണെങ്കിൽ മാത്രം. കണ്ടീഷനുണ്ട്. പിന്നെ ഉള്ളത് പ്രോസസ്സിങ് ടൈം 3 to 5 months എന്ന് പറയുന്നുണ്ട്. അത് ഓക്കെയാണ്, ഒരു അത്രയൊക്കെ എടുക്കും, കുറച്ച് സമയമൊക്കെ എടുക്കും. നമ്മൾ ഡൽഹിയിലൊക്കെ പോകണം, അവിടെ പോയിട്ട് ബയോമെട്രിക് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് അവർ ഡിസിഷനൊക്കെ എടുത്ത് അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു 20,000 റുപ്പീസാണ്. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ പോയിട്ട് പിന്നെ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു റിസ്ക് ഉള്ളത്. നമ്മൾ ആദ്യം 20,000 കൊടുക്കുന്നു. അപ്പോൾ ചെന്നൈയിൽ നമുക്ക് പോകാൻ കഴിയണം, അത്രയേ ഉള്ളൂ. ചെന്നൈയിൽ പോയിട്ട് ഇൻ്റർവ്യൂ അവർ എടുക്കുന്നുണ്ടോ എന്നുള്ളത് വരെ നമ്മൾ അറിയണം. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് ഇങ്ങനെ ഫോണിലൊക്കെ കോൺടാക്ട് ചെയ്യുന്നതിന് പകരം ഈ ഡയറക്റ്റ് ഏജൻസിയിൽ പോവുക, എന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് ഒന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ പിന്നെ പോലീസിൽ അന്വേഷിക്കുക. ഈ ഏജൻസി എങ്ങനെയാണ്, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ ഈ ഏജൻസി, ഇവർക്കിങ്ങനെ ചെയ്യാനുള്ള സ്വീഡനിലൊക്കെ ആളെ കയറ്റി വിടാനുള്ള അപ്രൂവലൊക്കെ ഉണ്ടോ, ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഏജൻസി ജെന്യൂൻ ആണെങ്കിൽ ഈ ഓഫർ നല്ല ഓഫറാണ്, വന്നു കഴിഞ്ഞാൽ നല്ല ഓഫറാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറ്റുമെങ്കിൽ പോലീസിലൊക്കെ അന്വേഷിക്കുക. എനിക്ക് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഏജൻസി ഒക്കെ ഫ്രോഡായിട്ടുള്ള ഏജൻസിയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ അവിടുന്ന് അന്വേഷിക്കുക, ഏജൻസിയിൽ ഡയറക്റ്റ് പോവുക, സംസാരിക്കുക, എന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുക അവരോട്. പറ്റുമെങ്കിൽ കമ്പനിയെ പറ്റി, ഞാൻ ഇന്ന് കുറേ പ്രാവശ്യം കമ്പനിയെ പറ്റി ചോദിച്ചു, പക്ഷേ എന്താണെന്നറിയില്ല, അവർ പറഞ്ഞു തന്നില്ല. ഞാൻ കുത്തി ചോദിച്ചപ്പോൾ മാത്രമല്ല, ഞാൻ പുറത്തുനിന്നുള്ള നമ്പറിലാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ആദ്യമേ ഡൗട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെയാണോ ഇത്, നിങ്ങൾ പുറത്ത് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞു, കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരു വോയിസ് മെസ്സേജും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ പിന്നെ നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് ചെന്നൈയിലൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിയതിന് ശേഷമൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ കമ്പനി, ആ ഒരു ഏജൻസി ജെനുവിനാണോ എന്നത് മാത്രം അന്വേഷിക്കുക. പിന്നെ ബാക്കിയുള്ള ജോലി എല്ലാം നല്ലതാണ്, ഓഫർ എല്ലാം നല്ലതാണ്, വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ജീവിക്കാനൊക്കെ സുഖമാണ്. ഈ ഒരു സാലറിയിൽ, ഈ ഒരു ഓഫറിൽ പിന്നെ സ്വീഡനിൽ വന്നിട്ട് നന്നായിട്ട് ജീവിക്കാൻ കഴിയും, അത് ഞാൻ ഉറപ്പ് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ജോലി തന്നെ കേരളത്തിലെ പല ഏജൻസികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഏജൻസിയും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും പേയ്മെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ, റീഫണ്ട് എത്രയാണെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ബെറ്റർ ആയിട്ടുള്ള ഏജൻസി നോക്കുക. ഒരു ഏജൻസി എന്നോട് പറഞ്ഞത് 5000 റീഫണ്ട് ചെയ്യില്ല, 5000 നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവരെടുക്കും, അത് പ്രോസസ്സിങ് ഫീ എന്നൊക്കെ പറഞ്ഞത്. മറ്റേ ഏജൻസി പറഞ്ഞത് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും ജോലി കിട്ടിയില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത ഏജൻസി 5000 എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ എടുക്കുന്നത്, മറ്റൊരു ഏജൻസി ഇങ്ങനെയല്ല പറഞ്ഞത്, അവർ ഫുൾ റീഫണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ പറയാൻ കാരണം, ഇത് പിന്നെ എത്ര പേരെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 100 പേരെ കയറ്റി അയക്കുക എന്നുള്ള രീതിയിലാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അത് ചിലപ്പോൾ കൂട്ടി പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ ഇതിപ്പോൾ 5 or 10 പേർക്ക് മാത്രമുള്ള വേക്കൻസി ആണെങ്കിൽ ഇവർ ഒരുപാട് പേരെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ പ്രോസസ്സിങ് ഫീ 5000 എന്നുള്ള രീതിയിൽ അവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്രയും പേരിൽ നിന്നും 5000 കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഭീമമായ ലാഭം വരും. അപ്പോൾ അത് ഒന്ന് അവരോട് ചോദിക്കുക, എന്ത് പ്രോസസ്സിങ് ഫീ ആണ്, എന്തിനാണ് 5000 ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 5000 അല്ലേ പോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭീമമായൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ചോദിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പിന്നെ സ്വീഡനിലെ എല്ലാ ജോലിയും, സ്വീഡനിൽ എന്ത് വേക്കൻസി വന്നു കഴിഞ്ഞാലും, അത് ഗവൺമെൻറ്റിലാവട്ടെ പ്രൈവറ്റ് കമ്പനികളിലാവട്ടെ, ഈ വേക്കൻസി വന്നു കഴിഞ്ഞാൽ സ്വീഡനിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബ് പോർട്ടലുണ്ട്, അതായത് ആർബെറ്റ് ഫോംലിംഗൻ എന്ന് പറയും. അതിന് സ്വീഡനിൽ ഓഫീസും ഉണ്ട്, ഓൺലൈനായിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സ്വീഡനിൽ ജോലി വേണമെങ്കിൽ ഈ ഒരു ആർബെറ്റ് ഫോംലിംഗൻ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന് സ്വീഡനിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേഴ്സണൽ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ലാതെ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ ജോലിയുണ്ട്. അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ സൈറ്റിലാണ് എല്ലാ ജോലിയും, സ്വീഡനിലെ എല്ലാ ജോലിയും ആ സൈറ്റിൽ വന്നിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനി ഹയർ ചെയ്യുന്നതും ഈ ഒരു സൈറ്റിൽ വരും, ആർബെറ്റ് ഫോംലിംഗൻ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റ് വഴി പോവുകയാണെങ്കിൽ ആ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഒരു ഗവൺമെൻറ്റിൽ അറിയിച്ചുകൊണ്ട് പിന്നെ ഇതിൽ നിന്നും ആളെ കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ കമ്പനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും എക്സ്ട്രാ ബെനിഫിറ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാ കമ്പനിയും ഇങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സൈറ്റ് വഴിയാണ്
ജോലി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കുക. പിന്നെ നിങ്ങളോട് ഓഫർ ചെയ്യുന്ന ജോലി അതിലെവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വീഡിഷിലായിരിക്കും കൂടുതലുണ്ടാവുക. അതിൽ ഇംഗ്ലീഷിൻ്റെ ഓപ്ഷനും ഉണ്ട്, അതിലേക്ക് മാറ്റിയിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ കൂടുതലും ലിങ്ക്ഡിൻ വഴിയൊക്കെയാണ് ജോലി കമ്പനി ഹയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലും ശ്രമിക്കുക. ലിങ്ക്ഡിനിലൊക്കെ നിങ്ങളെ പ്രൊഫൈൽ എന്താണോ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ സ്വീഡനിലെ സ്ഥലവും വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയും പിന്നെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ചില ഏജൻസികൾ പിന്നെ ഒറിജിനൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് തരിക. അപ്പോൾ കമ്പനിയൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പനി അന്വേഷിക്കുമ്പോഴും ഒക്കെ കമ്പനി സ്വീഡനിലുണ്ടാവും, പക്ഷേങ്കിൽ തെറ്റായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവും. അതേപോലെ ഫ്രോഡായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമായിരിക്കും. ആ കമ്പനിക്ക് ഒരു വിവരം ഉണ്ടാവില്ല അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കമ്പനീൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവരെ വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യണം എന്ന് അവർ തന്നെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ ആൾക്കാർ ഏജൻസിയൊക്കെ പിന്നെ ഹയർ ചെയ്യുന്നുണ്ട്, ഫേക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുവാന്ന് പറഞ്ഞിട്ട് അവർ വെബ്സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയാണെങ്കിലും കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്പനിയുടെ ഡയറക്റ്റ് നിങ്ങൾ കോൾ ചെയ്യുക. അല്ലെങ്കിൽ സ്വീഡനിൽ അന്വേഷിക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കമ്പനി ഡീറ്റെയിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് തന്നെ ഏജൻസിയെ ജെന്യുവിൻ ആണോ എന്നത് കൺഫേം ചെയ്യുക. അതുമാത്രമാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ആർക്കും പിന്നെ അനാവശ്യമായിട്ട് പൈസയൊന്നും കൊടുക്കരുത്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പൈസയൊക്കെ കൊടുക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചാനലിലൂടെ തന്നെ വീഡിയോയിൽ തന്നെ പറയാമെന്ന് കരുതിയത്. അപ്പോൾ ഓക്കെ, എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. സ്വീഡനിലേക്ക് നിങ്ങൾക്കും വരാൻ കഴിയട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.